അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. ഫിർസത്തു സഹോദര സഹോദരിമാരെ, ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ജുമുഅത്ത് വിഷയത്തിലേക്ക് ഞങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കാൻ പോകേണ്ടത്. അതായത് ഖസായിസുൽ ജുമുഅത്ത് കുറേ സ്പെഷ്യലായിട്ടുള്ള ഒരു വിഷയമല്ല. അതായത് ബാക്കി നാല് വെച്ചിട്ട് ഈ ജുമ അല്ലാത്ത ബാക്കി നാലിലോ ಬಿಟ್ಟು ಬಾಕಿ ನಾಲೊಟ್ಟಿಗೆ ಕಂಪೇರ್ ಹಾಕುമ്പോൾ ಜುಮಾತು ಬೆಲ್ಯಾಸ ಜುಮಾತು ಸ್ಪೆಷಲ್ ಹಾಕೋ ಬಲ್ತು ചില ವಿಷಯ ಉಂಟು. ಅದು ಎಂದೈಟಿಗೆ ಚೆಂತೆ ನಂಗೆ ಇನ್ಶಾ ಅಲ್ಲಾ 10 ಪಾಯಿಂಟ್ ಐಟಿക്ക് ഒരു ഒലിമ്പ് പോയിന്റ് കൂടെ ഞങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാ മനസ്സിലാക്കുമായിട്ട് ഇപ്പോഴത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ പഠിക്കാൻ പോകേണ്ടത്. അതായത് ജുമഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചുമ്മാ ഫضل കൊടുത്തറ. ആ ഫضل വിശേഷിപ്പിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അതിലോ സാദുൽ മഅദ് എന്നുള്ള കിതാബിൽ ഫി ഹദീ ഖൈറുൽ ഇബാദ് അതിൽ കുറേ അതിൽ 100 മുട്ട ഫവായിദും അതേപോലെ അത് വിശേഷങ്ങൾ എണ്ണിയിട്ട് അതിൽ ചെല്ലും. മാത്രം ഇൻഷാ അല്ലാഹ് എൻ്റെ ഈ ക്ലാസ്സിൽ ഞങ്ങൾ ചുരുങ്ങിയിട്ട് ഒരു ഒലിമ്പോ ഫായിദ അല്ലെങ്കിൽ ഒലിമ്പോ അത് സ്പെഷ്യാലിറ്റി ആയിട്ട് ഞങ്ങൾ എൻ്റെ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ഫായിദ അതായത് ഒന്നാമത്തെ അത് ഖസായിസ് അത് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജുമുഅത്ത് ഞങ്ങളുടെ മേലെ ഒരു നിർബന്ധിച്ചില്ല. അതായത് ഈ ജുമുഅ ചില നാല് അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിലുള്ള ഒരു പെരുന്നാൾ പോലെ അടിക്കുക ഒരു വാരത്തിലുള്ള ഒരു പെരുന്നാൾ അടിക്കുക ജുമുഅ ചെല്ലത് മുസ്ലിം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നത് അതായിരിക്കും. പിന്നെ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി മിൻ ഖസായിസ് യൗമുൽ ജുമുഅത്തി ഇസ്തിഹ്ബാബു കസ്റത്തു സ്വലാത്തി അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുമുഅത്തണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ യാറെ കസ്റത്തായിട്ട് ചുമ്മാ സ്വലാത്ത് ചെല്ലുക ഇസ്തിഹ്ബാബ് മുസ്തഹബായിട്ട് ഒരു മുസ്തഹബ് യാറെ പ്രോത്സാഹിപ്പിച്ച പോലത്തെ ഒരു കാര്യമായിട്ടിക്കട്. അതേപോലെ എൻ്റെ സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായിട്ടിക്കട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മേൽ സ്വലാത്ത് ചെല്ലത് അത് ജുമുഅത്തണ്ടും ജുമുഅത്തോ ജാവത്ത് വിലാസ ജാവ് രണ്ടും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചെല്ലുക വർദ്ധിപ്പിക്കൊണ്ട് യാറാക്കൊണ്ട് അത് ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുയുടെ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നിട്ട് അക്സിറു മിന സ്വലാത്തി അലയ്യ യൗമുൽ ജുമുഅത്തി വ ലൈലത്തുൽ ജുമുഅ അങ്ങനെ വേറെ ഹദീസിൽ പിന്നെ വേറെ റിവായത്തിൽ വന്നിട്ട് കാണാം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് നിങ്ങൾ ജുമുഅത്തണ്ട് എൻ്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലത് വർദ്ധിപ്പിക്കോ നിങ്ങൾ കൂട്ടു യാറാക്കൂറു ചെന്ത്. അതേപോലെ അത് ബിലാസ ജാവത്തണ്ട് ചെന്ത് ഒരു റിപ്പോർട്ട് ഒരു വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധ്യമുണ്ട് റിവായത്ത്. പിന്നെ അതേപോലെ അത് ആക്കിയിട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു സ്വലാത്തിന് നബിയുടെ മേൽ സ്വലാത്ത് ചെന്നെങ്കിൽ അള്ളാഹു നമുക്ക് 10 സ്വലാത്ത് വെച്ച് തണ്ട ചെന്തും ഹദീസിൽ വന്നത് നമുക്ക് കാണാം. നമുക്ക് ഇത് മഹത്വപ്പെടുത്തതായ ഒരു കാര്യമായിട്ടിക്കട് എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് ചെല്ലത് ഇതിന് മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് സലാം ചെല്ലതിൻ്റെ ഫضലും അതിരോ മഹത്വവും അതിലുള്ളതായ സവാബുടും എല്ലാം എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാലിയ മുസ്തഖിലായിട്ട് ഒരു കിതാബിൻ്റെതുമുണ്ട് ജിലാഉൽ അഫ്ഹാം ഫി ഫضൽ സ്വലാത്തു വസ്സലാമി അലാ ഖൈറുൽ അൻആം അങ്ങനെ പേര് കൊണ്ടിട്ടു അതിൽ പേര് വെച്ചതായ ഒരു കിതാബുമുണ്ട് നമുക്കത് കാണാൻ സാധ്യമുള്ളൂ. അതായത് ആ കാലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫضലിൽ ഒരു വിശേഷിപ്പിച്ചിട്ട് ഇല്ലതായ ഒരു ഗ്രന്ഥമായിട്ട് അങ്ങനെ കുറേ ഇങ്ങനത്തെ വിഷയത്തിൽ ഒരു അമീഖായിട്ട് അതായത് ഡീപ്പായിട്ട് പഠിക്കുന്ന ഒരു വിഷയമായിട്ട് മാത്രമേ ഒന്നാമത്തെ മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേൽ സ്വലാത്ത് ചെല്ലു മുസ്തഹബായിട്ട് സുന്നത്തായ ഒരു കാര്യമായിട്ട് ജുമുഅത്തിനാണ്. രണ്ടാമത്തേതായിട്ട് ഈ ഹദീസ് അതേപോലെ ഔസ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹു അല്ലാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ഹദീസിലും കാണാം ജുമുഅത്തണ്ട് നബി കൽപ്പിച്ചത് അതായത് നബി അമ്രാക്കിയത് ഓർഡർ ആക്കിയതായിട്ട് യൗമുൽ ജുമുഅത്തണ്ട് നബി സ്വലാത്ത് ചെല്ലു നബി ഓർഡർ ആക്കിയത് ഇമാം അഹ്മദും അബൂ ദാവൂദും നസായി ഇബ്നു മാജ എല്ലാം റിപ്പോർട്ടാക്കിയ ഹദീസ് ഇമാം ഇബ്നു ഖുസൈമ അത് സഹീഹ് ആക്കിയതും നമുക്ക് കാണാൻ സാധ്യമുള്ളൂ. അതേപോലെ ഇമാം ഇബ്നു ഹിബ്ബാനും അതിൽ എന്താക്കിയത് അത് ഹദീസിലൊക്കെ വന്നു ഇതായിട്ട് ജണ്ട്. മൂന്നാമത്തേതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പടിപാട്ടിയതായ ഒരു നിസ്കാരമായിട്ട് ജുമാ നിസ്കാര ആ ജുമാ നിസ്കാര ചെല്ലത് ഭയങ്കര അതേ ആയിട്ട് ഒരു വലിയ സ്പെഷ്യാലിറ്റി ആ ജുമാഅത്ത് നാൾ ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് ജുമാഅത്ത് നാൾ ആ ജുമാ നിസ്കാരമായിട്ട് അണ്ട് അള്ളാഹു അണ്ട് ഞങ്ങൾ എല്ലാ മുസ്ലിമിങ്ങ ചേർന്നിട്ട് കൂടുതൽ പോലത്തെ ഒരു സംഘമായിട്ട് ഒരു അവസ്ഥ ഒരു കൂട്ടായിട്ട് ഒരു ടൈം ആയിട്ട് എല്ലാ മുസ്ലിമിങ്ങ ഒട്ടു കൂടുതൽ ഒരു സമയം. അതേപോലെ അതൊരു അത് നിർബന്ധമായിട്ട് അതായത് ഫർദൽ വെച്ചിട്ട് ആക്കതുൽ ഫുറൂദ് ചെന്ന് പണ്ഡിതന്മാർ
ആക്കദുൽ ഫുറൂദുൽ ഇസ്ലാമിൽ വെച്ചിട്ട് യാറും നിർബന്ധിപ്പിച്ചത് ഭയങ്കര ഗൗരവമായിട്ട് കാണാനായിട്ടുള്ളതായ ഒരു നിസ്കാരമായിട്ട് ഈ ജുമാ നിസ്കാരം ചെല്ലത് ഇസ്ലാമിൽ. ഇനി ആരെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് 3 ജുമാത്താണ്ട് 3 ജുമ്മത്തോളം അവൻ കണ്ടിന്യൂസ് ചെയ്യുന്ന ബുഡ്ഡുണ്ടായി ജുമാ ಅವ್ರದ್ದು ബുഡ്ഡുണ്ടായെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ಅವನ ಕಲ್ಬು ಸೀಲಿಡು ಚೆಂತ ನಂಗೆ ಬೇಡಿಕೊಂಡು ಸಹೋದರಮಾರೆ. ನೀ ಆರೆಂಗೆ ನಿಸ್ಕಾರ ಕಂಟಿನ್ಯೂ ಆയിട്ട് ಜುಮಾ ನಿಸ್ಕಾರ ಆರೆಂಗೆ ಕಂಟಿನ್ಯೂಸ್ ಆയിട്ട് ಜನ್ಮ ಬಿಟ್ಟುಂಡುಲಾರಂಟಾಯಂಗೆ ನಂಗೆ ಅವನ ವಿಷಯದಲ್ಲಿ ಬೇಡಿಕೋನು ನಂಗೆ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆല ಅದನ್ನ ഞങ്ങൾ ആ തൊബായിട്ട് ആൽമാരിൽ വെച്ചിട്ട് സംരക്ഷിക്കാത്ത സലാമത്താകട്ടെ. ആമീൻ. അത് ഞാൻ മനസ്സിലാക്കി വേണം ആ സീനിട്ടാൻ ചെന്നെങ്കിൽ അള്ളാഹു അവನ കൽബുടെ ഹിദായത്തിന് ദൂറാക്കട്ടെ ಅಂತ ಹೇಳಿದ್ರು. അപ്പോൾ വൽ ബില്ലാഹ് ഇതായിരിക്കും മൂന്നാമത്തെ വിഷയം. അതായത് ജുമാ നിസ്കാരത്തിലത് ജുമാത്താൻ്റെ സ്പെഷ്യലായിട്ട് ഉള്ളത് ഒരു വിഷയം. നാലാമത്തേത് അൽ അംറു ബിൽ ഇഖ്തിസാലി ഫീഹി ലിസ്സലാത്ത്. അതായത് ജുമാഅത്തനാൽ വെള്ളിയാഴ്ച അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുലിക്കവും അതായത് അണ്ടത്തെ നാൾ കുലിക്കവും നമുക്ക് കൽപ്പിച്ചത്. ആ ഹദീസിൽ നമുക്ക് കാണാം. ഒരു ഹദീസിൽ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കിയ ഒരു ഹദീസായിട്ട് ഗുസ്ലുൽ ജുമുഅത്തി വാജിബുൻ അലാ കുല്ലി മുഹ്തലിം അല്ലെങ്കിൽ ഗുസ്ലു യൗമുൽ ജുമുഅ അങ്ങനെ റിവായത്തിൽ നമുക്ക് കാണാൻ സാധ്യതയോടും. അതായത് ജുമുഅ നാൾ വെള്ളിയാഴ്ച കുലിക്കുന്നത് എല്ലാ അതായത് മുഹ്തലിം ചെല്ലുമ്പോൾ ബാലിഗ് മുക്കല്ലഫ്, അതായത് ഒരു അവನು പ്രായപൂർത്തിയായിട്ട് അവൻ്റെ മേൽ ഇസ്ലാമിയുടെ ഫുറൂദു എല്ലാം വാജിബായിട്ടുള്ള ഒരു അവസ്ഥയിലുള്ള ആക്കിലും ബുദ്ധിയുണ്ട് ബോധമുള്ളവನು അങ്ങനത്തെ ആളുകൾക്ക് മുഹ്തലിം ചെല്ലും. അപ്പം അങ്ങനത്തെ എല്ലാവർക്കും മുഹ്തലിമായിട്ടുള്ള എല്ലാവരുടെ മേലും വാജിബായിട്ട് ചെന്നിട്ടിരിക്കും. ഈ ഹദീസിൽ നമുക്ക് ഈ ഹദീസിൽ വാഹിറായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണേണ്ടത് അതായത് വാജിബ് ചെന്നിട്ടായിരിക്കും യൗമുൽ ജുമുഅത്തിന്, അതായത് ജുമുഅത്തിനാൾ ഞങ്ങൾ നിസ്കരിക്കുന്നത് വാജിബ് ചെന്നിട്ടായിരിക്കും ഇതിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണേണ്ടത്. മാത്രമേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ നടുവിൽ ഇഖ്തിലാഫുണ്ട്. അതായത് ചില പണ്ഡിതന്മാർ ഇതിൽ വാജിബ് ചെന്നുള്ളാറ്, ചില പണ്ഡിതന്മാർ ചെന്നാറല്ല ഇത് വാജിബല്ല, ഇത് ഇസ്തിഹ്ബാബായിട്ടിക്കട് വേറെ ഹദീസെല്ലാം ಬಂದದುಂಡು. ಬೇರೆ ಹದೀಸ್ ಅಡಿസ്ഥാನ എടുത്തിട്ട് ಅದು ഇസ്തിഹ്ബാബ് ബാബായിട്ടിക്കട് ചെന്ന് ಯಾರ ಪ್ರೋತ್ಸಾಹಿച്ച പോലത്തെ ഒരു വിഷയമായിട്ടിക്കട് വാജിബല്ല ചെന്ന്. പിന്നെ ചില പണ്ഡിതന്മാർ ചെന്ന് എവിടെ ചെന്നെങ്കിൽ ഇസ്തിഹ്ബാബ് ആയെങ്ക ഇനി ചെറിയ ഒരാളുടെ ഒരു മണ പണ്ടുണ്ടായി, ഒരു നാത്തായിട്ട് ഒരു ಬೆಳಕು മണ പണ്ടുണ്ടായി, സ്മെൽ പണ്ടുണ്ടായെങ്കിൽ അപ്പം അവൻ്റെ മേലുണ്ടായെങ്കിൽ നിർബന്ധം ആവുന്നു ചെന്നും പണ്ഡിതന്മാർ ചെന്നത് നമുക്ക് കാണാം. അതിൽ രാജിയായിട്ട് പണ്ഡിതന്മാർ ചെല്ലത് ഇസ്തിഹ്ബാബായിട്ടിക്കട്. ഇനിമ വാജിബിയുടെ ഭാഗം നോക്കണമെങ്കിൽ വാജിബിനും പണ്ഡിതന്മാർ ആ വാജിബ് ചെന്ന് ഹുക്കും സ്വീകരിച്ച പണ്ഡിതന്മാരും ദലീലും സ്ട്രോങ് ആയിട്ടുണ്ട് ചെന്ന് മനസ്സിലാക്കി വേണം. ഏതായെങ്കിലും അണ്ടത്തെ നാൾ ഈ വെലാസിനാലുണ്ട് ഞങ്ങൾ കുളിച്ചിട്ട് വേണം ചെന്നത് ഒരു ഫضലുള്ള ഒരു ശ്രേഷ്ഠത്തുള്ള ഒരു വിഷയമായിട്ട് ജുമാഅത്താണ്. അതൊരു അണ്ടത്തെ ഒരു സ്പെഷ്യാലിറ്റി ചെന്ന് മനസ്സിലാക്കണം. പിന്നൊന്നായിട്ടിക്കട് അഞ്ചാമത്തോ ഖസായിസ് വെലാസ് നാളിലോ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാൾ പണ്ഡിതന്മാരോ സഹിയായ കൗൽ നോക്കണമെങ്കിൽ സഹിയായ അഭിപ്രായ അനുസരിച്ച് നോക്കണമെങ്കിൽ അണ്ട് പള്ളി പോകുമ്പോൾ തക്ബീർ ചെല്ലത് മുസ്തഹബായിട്ടിക്കട്, അതായത് സുന്നത്തായിട്ടിക്കട് ചെന്ന് പണ്ഡിതന്മാർ സഹിയായ അക്വാലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പള്ളിക്ക് പോകുമ്പോൾ ജുമാ നിസ്കാരത്തിന് പള്ളി പോകുമ്പോൾ തുലൂഷംസ്, അതായത് സൂര്യ ഉദയിച്ചാൽ പിന്നെ നമുക്ക് തക്ബീർ ചെന്ന് പള്ളി പോകേണ്ടത് അത് മുസ്തഹബ് സുന്നത്ത് ചെന്ന് പണ്ഡിതന്മാർ സഹിഹായ അക്വാലിൽ നമുക്കത് കാണാൻ സാധ്യതയുള്ളൂ. പിന്നെ അതേപോലെ ഇമാം മുസ്ലിം ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ടാക്കിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസിൽ നമുക്ക് കാണാം. അതായത് മൻ യഗ്തസല യൗമൽ ജുമുഅത്തി ഗുസ്ലൽ ജനാബ, അതായത് ആരെയും കൊടുത്ത ജുമുഅത്തിന് കുലിക്കറ എങ്ങനെ കുലിച്ചെങ്കിൽ ഗുസ്ലൽ ജനാബ, ജനാബത്ത് എങ്ങനെ അവൻ കുലിക്കറാണ് അതേ രീതി അവൻ കുലിച്ച ثم راح في الساعة الأولى, പിന്നെ അവൻ പോയ റാഹത്തിന് ഫി സാഅത്തിൽ ഊല ഒന്നാമത്തെ അവസ്ഥയിൽ. അതായത് ഈ ഹദീസിൽ നമുക്ക് പഠിപ്പറ്റുന്നത് വേഗ പോകായിട്ട് ثم راح في الساعة الأولى ഒന്നാമത്തെ സമയത്തിൽ, അതായത് തുടക്കത്തെ സമയത്തിൽ അവൻ എന്താക്കി വേഗമേ പോയ പള്ളിക്ക്. അപ്പോൾ അവൻ എങ്ങനെ ചെയ്യുന്നെങ്കിൽ ഖറബ ബദനതൻ, അവൻ എങ്ങനെ ചെയ്യുന്നെങ്കിൽ അവന് ഒരു ബദന ചെയ്യുന്നെങ്കിൽ വൻട്ട ഒരു സാക്രിഫൈസ് ആക്കുന്നതായ, അതായത് ബലി കൊടുക്കുന്നതായ പോലത്തെ ഒരു വൻട്ട, ആ വൻട്ട ബലി കൊടുത്ത പലയിട്ടിക്കട അവನು അത് അങ്ങനെ കൊണ്ടിട്ട് അള്ളാഹു മുട്ട അവൻ തസദ്ദഖ അവൻ കറവ് എന്നിങ്ങടെ തസദ്ദഖ ചെന്നായിരിക്കും അവನು സദഖാക്കിയ പലയിട്ടിക്കണം അവൻ കിട്ടുന്ന കൂലി അവൻ. അതായത് ഓർത്താൻ ಬೇಗ പോയ ഒന്നാമത്തെ സമയത്തിൽ അവന് കുളിച്ചിട്ട് പുറത്തായിട്ട് അവನು പള്ളി പോയാണ്ടായെങ്കിൽ ഒന്നാമത്തെ അവിടെ ಬೇಗ ಬಸ್ಟಿಂದ ಇದಾಂಟಾയെങ്കിൽ ಅವನು ಒಂಟೆ ಅರ್ತಿಟ್ಟು ಕೊಡ್ತ ಕೂಲಿ ಇಟ್ಟಿಗೆ ಅವ್ನು ಇಟ್ಟದು.
ജന്നാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നത് വമൻ റാഹ സഅത ത്സാനിയത ഫകഅന്നമാ ഖറബ ബഖറതൻ. ആരെയും ജന്നാമത്തെ ഒരു സാഹത്ത് അത് പിന്നെ ഫസ്റ്റ് അല്ല സെക്കൻഡ് ടൈമിൽ പോയിട്ടുണ്ട് പിന്നത്തെ അതിൽ പിന്നും ഒരുത്ത കുളിച്ചിട്ട് പുറത്തായിട്ട് പോയിട്ടായി അവനൊരു ഒരു ബക്കറ പൈഡ് ഒരു കൗಡು ഒരു ಪೈಡ ಇಟ್ಟಿದ್ರೆ ಅವನು ಅದ್ರ ಸದಕಾಕೆ ಬಲೆ ಅದ್ರ ಬಲಿಗೋರ್ತ ಬಲೆ ಅವ್ರು ಕೂಲಿ ಇಟ್ಟಿದ್ರೆ ಅವ್ನು ಕಿಟ್ಟರೆ ಚೆಂತ ಇಟ್ಟಿದ್ರೆ പിന്നെ ಅವನ್ ರಾಹ ಮಿನ್ ಸಾತಿ الثالثة فكأنما قرب كبشا أقران. അതായത് ഒരാൾ ഇന്ന് മൂന്നാമത്തെ അതായത് ജന്നമല്ല മൂന്നാമത്തെ ടൈമിൽ പോയ മൂന്നാമത്തെ സാഹത്തിൽ പോയ കുളിച്ച് പുറത്തായിട്ട് ഇന്നും തെല്ലിട്ടായിട്ട് അവൻ ಬೇಗ പോയിട്ടായെങ്കിൽ ಅವನಿಗೂ ಕಿಟ್ಟರೆ ಪ್ರತಿಫಲ ಚೆಂದೆಂಗೆ ಅವನೊರು ಆರ್ಡ್ರು ಅರ್ಥದ ಕೊಡ್ತಾಯಿದ್ರು ಪ್ರತಿಫಲ ಇಟ್ಟಿಗೆ ಅವ್ನು ಕಿಟ್ಟದು. ഇനി ഒമൻ റാഹ മിൻ സാഅത്തി റാബിയത്തി ഫകഅന്നമ ദജാജതൻ. അതായത് ഇന്ന് നാലാമത്തെ ഒരു സാഹത്തിൽ ഓർത്ത പോകണ്ടായെങ്കിൽ അവನು ആർഡർ അതായത് ಅವನು ಆಡಲ್ಲ ಅವನು ಕೋಲಿയുടെ അടുത്തൊരു തസദ്ദഖ അള്ളാഹുടെ തേരിൽ ಅವನು സദക്ക കൊടുത്ത പോലെ അതായത് അതൊരു ബലി കൊടുത്ത കൂലി ഇട്ടിക്കിട് അവൻ കിട്ടൊരു ചെന്ത ഇട്ടിക്കണം നമുക്ക് മനസ്സിലാക്കുള്ളത്. ഇനി ആരെയും അവസാനത്തോ അഞ്ചാമത്തെ അവസരം പോയി മൻ റാഹ മിൻ സാഅത്തിൽ ഖാമിസത്തി ഫകഅന്നമ ഖറബ ബൈദതൻ. ഇനി അവൻ അവസാനത്തെ എല്ലാ തന്നെ എല്ലാവരും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നാലായിട്ട് അഞ്ചാമത്തെ ഒരു ടൈമിൽ അതിൽ പോയിട്ടായി തെല്ല് ഡിലേ ആയിട്ടും പോകണ്ടായെങ്കിൽ അവൻ കുളിച്ച് പുറത്തായിട്ട് പിന്നെ അവങ്കു ഒരു ബൈവ അതായത് ഒരു മുട്ടയുടെ അള്ളാഹു മാർഗ സദക്കാക്കിയിട്ട് അവൻ കിട്ടുന്ന ഒരു പ്രതിഫലമായിട്ട് ആ ഇതിൽ അഞ്ചാമത്തെ ആൾക്ക് കിട്ടുന്നത്. അപ്പം ഈ എല്ലാ ഹദീസിൽ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ಬೆಲೆಸರಂಡ್ ನಂಗೆ ಎಂದ ಕೊಂಚ ಬೇಗ ನಂಗೆ ಪಡ್ತಾಯಿತ್ತು ಜನಾಬತ್ ನಿಸ್ಕಿ ಅವಳು ಜನಾಬತ್ರು കുലിബല കുലിക്ക് വെച്ചെങ്കിൽ അവിടെ അത് വിശേഷിച്ച് സ്പെസിഫൈ ആക്കി ചെല്ലിട്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു നല്ല രീതിയിൽ കുളിച്ചിട്ട് അവൻ ಬೇಗ ಪಡ್ತಾയി പോകണുണ്ടെങ്കിൽ ನಂಗೆ ಫಸ್ಟಿಗೆ പോയി ಅವನು ಗುಂಟಾಗಿ ಅವನಿಗೆ ಒಂಟಡೋ ಜನ್ನಾಮತ್ತೆ പയ്യെ അറ്റിക്കടി പിന്നെ മൂന്നാമത്തെ ക്യാബിഷ് അതായത് ആട ഇട്ടിക്കടി നാലാമത്തെ ദജാജ അതായത് കോലി അഞ്ചാമത്തെ ബൈദ മുട്ട ഇങ്ങനെ ഒന്ന് തർത്തീബാക്കിയിട്ട് അവൻ ഏത് കൂട്ടത്തിൽ പെട്ടാണ് അതിനനുസരിച്ച് അവന് അതിൽ പ്രതിഫലം കിട്ടി ചെന്തായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ ഇതേ അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലാക്കുള്ളത് ഇനി ഇമാമു ഖുത്ബത്ത് മിമ്പർ പത്രോർത്തോരു അവನು ഈ ഖിറാഅത്തുൽ ഖുർആൻ കൊണ്ടിട്ട അല്ലെങ്കിൽ ദിക്ർ കൊണ്ടിട്ട അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സലാത്ത് ചെന്ത അല്ലെങ്കിൽ നാഫിലായിട്ടുള്ള അതായത് സുന്നത്ത് നമസ്കാരം കൊണ്ടിട്ട് എന്താക്കണം അവന് ബിസി ആയിട്ടിക്കണം. ಅವನು ಅದು ಕೊಂಡಿಟ್ಟು ಇಮಾಮ್ ಅದಾയത് ഖതീബ് ಮಿಂಬರ್ ಪತ್ರ ಹೊರತೋಲು ಅವನು ಇಂಗಂತ ಆಮೇಲೆ ಸ್ವಾಲಿಹಾത്തിൽ ಅವನು ತಶಾಹುಲ್ ಬಿಸಿ ಇಟ್ಟಿಕೊಂಡು ಅವನ ದಿಕ್ರ್ ಕೊಂಡಿಟ್ಟ അല്ലെങ്കിൽ സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ത അല്ലെങ്കിൽ നാഫിലായിട്ട് നിസ്കാരം കൊണ്ടിട്ടു ഇങ്ങനെ വ്യത്യസ്തമായ ആമൽ സ്വാലിഹാത്തിൽ അവನು ಬಿಸಿ ಇಟ್ಟಿಕೊಂಡು ചെന്ത് ഈ അഞ്ചാമത്തെ ഒരു സ്പെസിഫിക്കേഷനിൽ അതായത് ജുമാഅത്ത് സ്പെസിഫൈറ്റ് ആക്കുന്ന ഒരു വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പഠിച്ചതായി ഇതിನ ಜೀವಂತಕೊಂಬಂತೆ ಅದರ നല്ല രീതിയിൽ ಅಮಲಾಕೋ ಜೀವಂತಕೊಂಬಂತೆ ಅಮಲಾಗಿ ಪ್ರಾವರ್ತಿಕമാക്കുള്ളതായ തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി 5 പോയിന്റ് നെക്സ്റ്റ് എപ്പിസോഡിൽ മനസ്സിലാക്കാം. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.